ഇത് ശരിക്കും നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ എന്തിനാണ് ഇവിടെ കുറേ നാല് പോലത്തെ വയറ് വെച്ചിട്ടുള്ളത്? ഇതിന് പകരം നമുക്ക് വേണമെങ്കിൽ സിമ്പിളായിട്ട് ഒറ്റ വയറ് വെച്ചാലും പോരെ പോരെ. കണക്ക് നോക്കുകയാണെങ്കിൽ ഈ കുറേ നാലിൻ്റെ ഇടയ്ക്ക് കുറേ എയർ ഗ്യാപ്പ് ഉണ്ടാവും അല്ലേ? കുറേ വട്ടം വട്ടമാണെങ്കിൽ എങ്ങനെ പോയാലും അതിൻ്റെ ഇടയ്ക്ക് കുറേ എയർ ഗ്യാപ്പ് ഉണ്ടാവുമല്ലോ. അപ്പോൾ കുറച്ച് ശരിക്കും ഇതെവിടെ വരുന്നല്ലോ അങ്ങനെ നോക്കുമ്പോൾ അല്ലേ? പിന്നെ എന്തിനാ ഇങ്ങനെ ആക്കുന്നത് എന്നുവെച്ചാൽ പൊതുവെ ഹൈ ഫ്രീക്വൻസി സ്വിച്ചിങ്ങിലൊക്കെയാണ് ഇങ്ങനെ ഉപയോഗിക്കുന്നത് കേട്ടോ. എന്തിനാണെന്ന് വെച്ചാൽ നമ്മളൊരു കോപ്പറിൻ്റെ കണ്ടക്ടറാണ് എടുക്കുന്നതെങ്കിൽ അതിൻ്റെ ക്രോസ് സെക്ഷൻ നോക്കിയാൽ ഇവിടെ ഇലക്ട്രോൺസ് ആണല്ലോ കണ്ടക്ടർ എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ ഇലക്ട്രോൺസ് ഉണ്ടാവും. ഇലക്ട്രോൺസ് ഉണ്ടാകുമ്പോൾ രണ്ട് ഇലക്ട്രോൺ അടുത്തടുത്തുണ്ടെങ്കിൽ തമ്മിലൊരു റിപ്പൽഷൻ ഉണ്ടാവും അല്ലേ? അപ്പോൾ നെഗറ്റീവ് റിപ്പൽഷൻ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇങ്ങനത്തെ ഒരു റൗണ്ട് ഷേപ്പാണ് നമ്മൾ നോക്കുന്നതെങ്കിൽ ഇലക്ട്രോൺസ് പൊതുവെ ദൂരത്തേക്ക് തള്ളി നിൽക്കുന്ന ഒരവസ്ഥയായിരിക്കും ഉണ്ടാവുക. സെൻറ്ററിൽ കുറവായിരിക്കും. കാരണം എന്താ? സെൻറ്ററിൽ അടുത്ത് വരുമ്പോൾ റിപ്പൽഷനിലുണ്ട് ദൂരത്തേക്ക് പോകാൻ നോക്കും അല്ലേ? അപ്പോൾ സൈഡിലേക്കാണ് ഇലക്ട്രോൺസ് ഉണ്ടാവുക. എന്ന് വെച്ചാൽ അതിൻ്റെ സെൻറ്ററിലുള്ള എഫക്റ്റീവ്ലി ഏരിയ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റില്ല അല്ലേ? ഹൈ ഫ്രീക്വൻസി സ്വിച്ചിങ് കൂടി ആകുമ്പോൾ ഈ എഫക്റ്റ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ ഒറ്റ കോപ്പറിൻ്റെ കമ്പി വെച്ച് കഴിഞ്ഞാൽ ആ സ്കിൻ എഫക്റ്റ് എന്നാണ് പറയുക. അതിൻ്റെ പുറത്തുള്ളതാണ് നമ്മൾ ശരിക്കും ഉപയോഗപ്പെടുത്തുന്നത്. അതിൻ്റെ അകത്തുള്ള ഏരിയ കുറേ വേസ്റ്റ് ആകുന്നൊരു എഫക്റ്റ് ഉണ്ട്. അപ്പോൾ അതിനേക്കാളും ബെറ്റർ ഓപ്ഷനാണ് കുറേ ചെറിയതാണെങ്കിൽ എല്ലാത്തിലും ഇങ്ങനെ പുറത്തേക്ക്. പക്ഷേ ഇതിൻ്റെ രണ്ട് കോപ്പർ വയർ അതിൻ്റെ ഇൻസുലേഷനൊക്കെ കൂടി നോക്കിക്കഴിഞ്ഞാൽ ഇടയ്ക്ക് നല്ല ഗ്യാപ്പും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അതിന് അത്ര ഉണ്ടെങ്കിലും നമ്മൾ ടോട്ടലി നോക്കുമ്പോൾ ഇങ്ങനെയുള്ള മെത്തേഡാണ് ഒരൊറ്റ കണ്ടക്ടർ വെക്കുന്നതിനേക്കാളും കൂടുതൽ ഹൈ ഫ്രീക്വൻസി സ്വിച്ച് ചെയ്യുമ്പോൾ ഹൈ സ്പീഡ് സ്വിച്ച് ചെയ്യുമ്പോൾ കുറച്ചും കൂടി നല്ലത്. ഇതിൽ കുറേ നാരുകളാണല്ലോ, അതൊരു കാര്യം. പിന്നെ നിങ്ങൾ നേരത്തെ ചെയ്തതിലുള്ള മിസ്റ്റേക്ക് നിങ്ങളിവിടെ കണ്ടിന്യൂറ്റി നോക്കുന്നത് കണ്ടു. കണ്ടിന്യൂറ്റി നോക്കണമെങ്കിൽ അല്ല, ഇത് മനസ്സിലാക്കേണ്ടത് ഇങ്ങനത്തെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ സെപ്പറേറ്റ് വയറുകളാക്കി മാറ്റുന്നത്. അപ്പോൾ ഇതിനൊക്കത്തിന് ഇൻസുലേഷൻ ഉണ്ടാവും. ഇത് നമ്മളിവിടെ കണ്ടിന്യൂറ്റി നോക്കി കഴിഞ്ഞാൽ ഇവിടെ രണ്ട് വയർ വെച്ച് മൾട്ടിമീറ്റർ വെച്ച് നോക്കിയാൽ കണ്ടിന്യൂറ്റി കാണിക്കില്ല. മനസ്സിലാവും? അപ്പോൾ ഇങ്ങനത്തെ വയർ ഇങ്ങനെ ആയിരിക്കും എന്നുള്ള നമ്മൾ മനസ്സിലാക്കണം. കണ്ടിന്യൂറ്റി ഉണ്ടാവില്ല. കണ്ടിന്യൂറ്റി ഇല്ലെങ്കിൽ നിങ്ങളുടെ കണ്ടിന്യൂറ്റി മൾട്ടിമീറ്റർ വെച്ച് നോക്കിയാൽ കിട്ടില്ല. അപ്പോൾ നമ്മൾ അതുകൊണ്ടാണ് ഇതൊന്ന് അറ്റം നല്ലോണം ഓവർ ഹീറ്റ് ചെയ്തിട്ട് സോൾട്ട് ചെയ്തിട്ട് ചെക്ക് ചെയ്യുകയാണെങ്കിൽ അത് ഓക്കെയാണ്. ഒരു കാര്യം ഇത് കേട്ടോ, ലിഡ്സ് വയർ എന്നാണ് ഇതിനിവിടെ പറയുന്നത്. എന്ന് വെച്ചാൽ ഈ ഒരു ഹൈ ഫ്രീക്വൻസി നമ്മൾ MPPT-ലൊക്കെ ഉള്ള സ്വിച്ചിങ്ങിനാണ് ഇത് ഉപയോഗിക്കുന്നത്. ഹൈ ഫ്രീക്വൻസി സ്വിച്ച് ചെയ്യാനാണ്. ആ സ്വിച്ചിങ് ചെയ്യുമ്പോൾ ഉള്ള ഇതുപോലത്തെ സ്കിൻ എഫക്റ്റ് കൊണ്ടാണ് നിങ്ങൾ ഇൻഡക്ഷൻ കുക്കറിലും കണ്ടിട്ടുണ്ടാവും. ഒരു 2000 വാട്ടിലേക്ക് ഇൻഡക്ഷൻ കുക്കറിൽ കുറേ വയർ ഇങ്ങനെ പിരിച്ച് വെച്ചിട്ടുള്ളത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതിൻ്റെ സെൻറ്ററിൽ കോയിൽ കണ്ടിട്ടുണ്ടാവും. ഇൻഡക്ഷൻ കുക്കറിൻ്റെ ഇതാക്കുന്നത് അതിലും ഈ കോപ്പറിൻ്റെ വയർ ഇങ്ങനെ പിരിച്ച് വെക്കാനുള്ള റീസൺ ഇതാണ്. ഈ സ്കിൻ എഫക്റ്റ് ഒക്കെയാണ് അതിൻ്റെ കാര്യം. അപ്പോൾ ഈ ഒരു കാര്യം മനസ്സിലായില്ലേ?